അതായത് ഞാൻ മാധ്യമപ്രവർത്തകരെ ഡൽഹിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഈ കാപ്പ കേസ് ഒരു പ്രതിക്കെതിരെ ചുമത്തണമെങ്കിൽ അതിനു മുമ്പ് ചില നിയമപരമായുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്. അത് കംപ്ലൈന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലുള്ള ഒരു ഫോർമാലിറ്റിയും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ലഭ്യമായ വിവരവും ഇപ്പൊ ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ സത്യമാണ്. സുഗതനും 2 കുട്ടികളും ഭാര്യയും അദ്ദേഹത്തിന്റെ കൗൺസിലറുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫും മാത്രമാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. പോലീസ് വന്ന് സുഗതനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും, സുഗതനെ ആക്രമിക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കാണ് അദ്ദേഹത്തിന്റെ മകൻ ഫോൺ എടുത്തിട്ട് സുഗതന്റെ സഹോദരനെ വിളിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരൻ ഇവിടെ എത്തിയത്. അപ്പോൾ 2 കുട്ടികളും ഭാര്യയും സുഗതനും മറ്റു 2 ഉൾപ്പെടെ 5 പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. പോലീസ് വെടിവെക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ കോർപ്പറേഷനിലെ ഒരു കൗൺസിലറുടെ വീട്ടിൽ വന്ന് ഒരു അസാധാരണമായ സാഹചര്യം സൃഷ്ടിച്ച് പോലീസ് വെടിയൊക്കെ സൃഷ്ടിച്ച് നാട് മൊത്തം വാർത്തയാക്കുമ്പോഴേക്ക് അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ തന്നെ ഇപ്പോഴും ആ പാനിക് സിറ്റുവേഷൻ തരണം ചെയ്തിട്ടില്ല. അവർ ആശുപത്രിയിലാണുള്ളത്. ഭാര്യയ്ക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ കാണുകയാണ്. കണ്ടതിന് ശേഷം ആശുപത്രിയിലേക്ക് പോവുകയാണ്. കാപ്പ കേസ് പ്രതി ചുമത്തുന്നതിന് മുൻപ് കൈമാറേണ്ട രേഖകൾ കൈമാറിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഗം പറയാനുള്ള അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെ നിയമപരമായുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതൊന്നും ചെയ്യാതെയാണ് കാപ്പ കേസ് ചുമത്തിയിട്ടുള്ളതെന്നാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചത്. കാപ്പ കേസ് ചുമത്തിയായിട്ടുള്ള രേഖകൾ ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുമില്ല. അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഞാൻ 3 തവണ ഫോണിൽ സംസാരിച്ചു. അവർ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. മാധ്യമങ്ങളൊന്നും ഈ രേഖകളോ കാപ്പ കേസ് ചുമത്തുന്നതിന് മുൻപ് കൊടുക്കേണ്ട രേഖകളോ ഇതുവരെ മാധ്യമങ്ങളും പുറത്തുവിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ രേഖകളില്ല എന്നാണ് ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത്. മറിച്ചാണെന്നുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടമോ പോലീസോ അത് കാട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വെടിവെപ്പൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അത്രത്തോളം ഒരു ഭീകരാന്തരീക്ഷമൊക്കെ ഇവിടെ ഉണ്ടായെന്ന് നേരിട്ട് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഇനി ആഭ്യന്തരമന്ത്രിയെ കണ്ട്, ഞാനും BJP ജില്ലാ പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്റെ റൈറ്റോ ഗവൺമെന്റിനെ ഒന്നും ബ്ലെയിം ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും മാധ്യമങ്ങൾ വാർത്തയും കൊടുക്കരുത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെയും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് സബ് ഇൻസ്പെക്ടറുടെയും ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റങ്ങൾ ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ അന്ന് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ചില നിരീക്ഷണങ്ങളുണ്ട്. അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട DGPയെ നേരിട്ട് കണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നേരെ അന്ന് തന്നെ അന്വേഷണം ഉത്തരവിട്ട് ADGP അന്വേഷണവും നടത്തിയിട്ടുള്ളതാണ്. അക്കാര്യങ്ങൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി മുമ്പാകെ പറയും. അതിനുശേഷം ഞാൻ സുഗതന്റെ ഭാര്യയും കുട്ടികളെയും ആശുപത്രിയിൽ എത്തിക്കാണ്.